കടുവായി കിടുവ പിടിച്ചല്ലോ അമ്പോ. ഹലോ, എൻ്റെ പേര് അശ്വിൻ. ഐ എം ഫ്രം ബാംഗ്ലൂർ. ഞാനൊരു എക്സ്പൾസ് സ്കൂട്ടർ ഓണറാണ്. നിങ്ങളും എന്നെപ്പോലെ ഒരു ADV ബൈക്ക് ഓൺ ചെയ്യുന്നവരാണെങ്കിൽ, അതുകൊണ്ട് ഓഫ് റോഡിങ് മാത്രമല്ലാതെ ഹൈവേ ക്രൂസിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹെൽമെറ്റാണ് ഒരു ഡുവൽ സ്പോട്ട് ഹെൽമെറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം, ഏത് ഹെൽമെറ്റ് വാങ്ങും? വെൽ, ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ളതിൽ വൺ ഓഫ് ദി വെരി ബെസ്റ്റ് ഹെൽമെറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. യെസ്, ആക്സറിൻ്റെ എക്സ് ക്രോസ്. അപ്പോൾ ഇതാണ് ആക്സറിൻ്റെ എക്സ് ക്രോസ് ഹെൽമെറ്റ്. ഞാനിത് ഓൾറെഡി 1 വീക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഫ്യൂ സ്റ്റഫ് ഇൻ എ പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് ഓഫ് കോഴ്സ് ദ ഹെൽമെറ്റ്. ഹെൽമെറ്റ് വരുന്നത് ഒരു ടിപ്പിക്കൽ ആക്സറിൻ്റെ ബ്രാൻഡിംഗ് ഉള്ള ഒരു ക്യാരിങ് ബാഗിനകത്താണ്. അപ്പോൾ ഹെൽമെറ്റ് തുറക്കുന്നതിന് മുമ്പ് ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് പൗച്ചിനകത്ത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ആക്സർ ഹെൽമെറ്റ്സിൻ്റെ ഒരു വെണ്ടയ്ക്ക മുഴുപ്പുള്ള സ്റ്റിക്കറിംഗ് ഉണ്ട്. ഞാനിത് എവിടെയും ഒട്ടിക്കാൻ പോകുന്നില്ല, മഹാവൃത്തിയോടായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് 2 റിഫ്ലക്റ്റീവ് സ്ട്രിപ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ രാത്രിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ബ്ലഡ് ഗ്രൂപ്പ്സ്. നിങ്ങൾ ലോങ് റൈഡ്സൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, ഹെൽമെറ്റ്. നമുക്ക് ഹെൽമെറ്റ് ഈ സഞ്ചി നിന്ന് ഊരാം. നത്തിങ് സ്പെഷ്യൽ, ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ആക്സറിൻ്റെ ബ്രാൻഡിംഗ് ഉള്ള ക്യാരിങ് ബാഗിനകത്താണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ ആക്സർ ഹെൽമെറ്റ് ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം സാധനം, വേറെ ഒന്നുമില്ല. ബൈ ദ വേ, ദിസ് ഇസ് ആക്സർ എക്സ് ക്രോസ് ഫ്ലാഗ്സ്റ്റാഫ് എന്ന് പറഞ്ഞ എഡിഷനാണ്. ദിസ് ഇസ് ദ ഹെൽമെറ്റ്. ഒരു ഹൈ ഇമ്പാക്ട് ABS തെർമോ പ്ലാസ്റ്റിക്കിലാണ് ഇതിൻ്റെ ഷെൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ISI, DOT ആൻഡ് ECE 22.06 സർട്ടിഫൈഡ്. സോ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഈ ഹെൽമെറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പീക്കാണ്, വിച്ച് ഇസ് അഡ്ജസ്റ്റബിൾ ആൻഡ് കംപ്ലീറ്റ്ലി റിമൂവബിൾ. നിങ്ങൾ ഹൈവേ ക്രൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് റിമൂവ് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൽ നമുക്കൊരു ഡബിൾ D ലോക്കിംഗ് മെക്കാനിസമാണ് വരുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഇനിയും കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. സോ നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽമെറ്റ്സിനകത്ത് ഒരു ടിപ്പിക്കൽ ക്ലിപ്പ് ഓൺ സ്ട്രാപ്പ് ആയിരിക്കും വരുന്നത്. അതൊരു സഡൻ ഇമ്പാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ അത് ഫെയിൽ ആകാനും പൊട്ടിപ്പോകാനും ഹെൽമെറ്റ് നമ്മുടെ തലയിൽ നിന്ന് തെറിച്ചു പോകാനും ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഡബിൾ D ലോക്കിംഗ് മെക്കാനിസമുള്ള ഹെൽമെറ്റ് എപ്പോഴും വെയർ ചെയ്യണമെന്ന്. ദിസ് ഇസ് മച്ച് സേഫർ. ഇത് ഊരിപ്പോകാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. സമ്മർ റൈഡ്സിനൊക്കെ ഈ ഹെൽമെറ്റ് വളരെ കംഫർട്ടബിൾ ആണ്, കാരണം ഇതിനകത്ത് വെന്റിലേഷൻ ഇസ് റിയലി ഗുഡ്. ഈ ഹെൽമെറ്റിന് മുന്നിൽ ഒരു വെന്റും മുകളിൽ 2 വെന്റ്സുമാണ് വരുന്നത്. പിന്നെ ഈ കയറി വരുന്ന കാറ്റ് മൊത്തം പുറത്തു പോകാൻ പുറകിൽ 2 ഔട്ട്ലെറ്റ് വെന്റ്സും ഉണ്ട്. ആൻഡ് ദീസ് ആർ കോൾഡ് ബാക്ക് എക്സോസ്റ്റ് ഔട്ട്ലെറ്റ് വെന്റ്സ്. പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ പാഡിങ് അത് കംപ്ലീറ്റ്ലി റിമൂവബിൾ ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ക്ലിക്ക് ബട്ടൺ മെക്കാനിസമിലാണ് ഈ ഹോൾ പാഡിങ് സെറ്റപ്പ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ഓരോ റൈഡിന് ശേഷം ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് റൈഡറിൻ്റെ POVയിൽ നിന്ന് ഇതിൻ്റെ വിസിബിലിറ്റി നോക്കാം. നല്ല വൈഡ് ആയിട്ടുള്ള ഐപോർട്ടാണ് ഈ ഹെൽമെറ്റിനുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ റിയലി ബ്യൂട്ടിഫുൾ വോയ്സർ. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ഡുവൽ വോയ്സർ സെറ്റപ്പാണ്. അകത്ത് നമുക്കൊരു സ്മോക്ഡ് ഇന്നർ വോയ്സും ലഭിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ വോയ്സർ ഇറ്റ് കംസ് വിത്ത് എ പിൻ ലോക്ക് 70. അതുകൊണ്ട് നിങ്ങൾക്ക് അകത്ത് ഫോഗിങ്ങിൻ്റെ ഇഷ്യോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ ഹെൽമെറ്റിൻ്റെ പ്രൈസ്. ഞാൻ ഈ ഹെൽമെറ്റ് 7,406 rupees കൊടുത്താണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബട്ട് മൈ സജഷൻ വുഡ് ബി നിങ്ങൾ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഹെൽമെറ്റ് ഇട്ട് നോക്കി വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ടോ ഇല്ലെങ്കിൽ എൻ്റെ Instagram പേജിൽ DM ആയിട്ടോ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.